ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു കമൻറ്റ് എനിക്ക് ഒരു പക്ഷേ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരുന്ന ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കമൻറ്റ് ഞാൻ വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. മെറ്റാ ബിസിനസ് സ്യൂട്ടിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്. മോണിറ്റൈസ്ഡ് ആയ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് മെറ്റാ സ്യൂട്ട് വഴി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ശ്രീ സംതിങ് അങ്ങനെ ഒരു ഐഡിയ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്താണെന്നും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഔട്ട്ലൈൻ ഈ പുതിയ മെറ്റ വന്നതിന് ശേഷം, അതായത് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നിന്ന് മെറ്റയിലേക്ക് വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാം പറയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ മെറ്റയുടെ എല്ലാ ബെനിഫിറ്റും ഒരുപക്ഷെ പറയാനായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പറ്റില്ല, കാരണം അത്രയ്ക്കുണ്ട് മെറ്റയിൽ ബിസിനസ് വീട്ടിൽ കാര്യങ്ങൾ. അപ്പം ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മെറ്റ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് പെട്ടെന്നൊന്ന് പറയാം. ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത്, മെറ്റ എന്ന് പറയുന്നത് നമുക്ക് ഫേസ്ബുക്ക് തരുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ്. അത് നമുക്ക് പൈസ കൊടുക്കേണ്ട, പെയ്ഡൊന്നും അല്ല. നമുക്ക് അവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് മെറ്റ. മൊബൈലിലാണെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് മെറ്റ കയറാം. അത് പ്രത്യേകം ഓർക്കുക, നമ്മുടെ അക്കൗണ്ട് പേജ് ആക്കുന്നവർക്ക് മെറ്റ കിട്ടത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തവർക്ക് മാത്രമേ മെറ്റ കിട്ടത്തുള്ളൂ. മെറ്റയുടെ എല്ലാ ബെനിഫിറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഒത്തിരി ടൂൾസ് ഉണ്ട്. മെറ്റ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആദ്യമായിട്ട് കാണുന്നവർക്ക് അയ്യോ ഇതെന്താ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ടൂൾസും അതിനകത്തുണ്ട്. അതുവഴി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ബെനിഫിറ്റുകളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് ഷെഡ്യൂൾ ചെയ്യാൻ ഓപ്ഷൻ, ഡ്രാഫ്റ്റിലാക്കി വെക്കാനുള്ള ഓപ്ഷൻ, അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് മെറ്റ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഈവൻ നമ്മൾ മൊബൈലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരുപക്ഷെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഡ്രാഫ്റ്റിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പോയി ആ ഡ്രാഫ്റ്റിന് ആ വീഡിയോ ഒന്ന് നോക്കാൻ നമ്മുടെ മൊബൈലിൽ ഒരുപക്ഷെ നമ്മൾ ഡയറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ വീണ്ടും നമ്മൾ മെറ്റ ഓപ്പൺ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അത് ഡ്രാഫ്റ്റിൽ നിന്ന് എടുക്കാനും. നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോക്ക് എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മെറ്റയിൽ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ. അതേസമയം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോണിൽ നിന്ന് ചെയ്യുവാണെന്നെങ്കിൽ അങ്ങനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കോപ്പിറൈറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസി ഇഷ്യൂ ഈ വീഡിയോയ്ക്ക് ഉണ്ടോ, റീയൂസ്ഡ്, പ്രത്യേകം ഓർക്കുക, റീയൂസ്ഡ് കണ്ടന്റ്, ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്, ഇങ്ങനെയുള്ള എന്നാ ഉണ്ടെങ്കിലും നമ്മുടെ മെറ്റയിൽ കാണിക്കത്തില്ല. അത് പ്രത്യേകം ഓർക്കുക. അതേസമയം നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് മ്യൂസിക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടന്റിനോ എന്തെങ്കിലും കോപ്പിറൈറ്റ് ആരെങ്കിലും എടുത്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ എന്തായാലും നമുക്ക് മെറ്റായാലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് അതിന് ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. പബ്ലിഷ് ആക്കുന്നതിന് മുന്നേ തന്നെ ആ കണ്ടന്റിൻ്റെ വയലേഷൻ ഉണ്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് 100% ഓക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാവുള്ളൂ. പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 95% മാത്രമേ ഫേസ്ബുക്ക് മെറ്റ വഴി നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ചില 5% ഒന്നും നമുക്ക് ഒരു പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് പോളിസി ഇഷ്യൂ ഒന്നും കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പം ഇതിൻ്റെ പോളിസി ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, ആരുടെയെങ്കിലും ഒരു മ്യൂസിക് നമ്മൾ എടുത്തു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പിറൈറ്റ് ഇല്ല. അതേസമയം ഒരു മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥ മ്യൂസിക്കിൻ്റെ ഓണർ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോയുടെ പോർഷൻ ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വേണം കൊടുക്കുക. നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇരിക്കുമ്പോൾ ഇപ്പറേ ഒരു കുഞ്ഞു ബോക്സ് ആയിട്ടല്ലാതെ അവരുടെ വീഡിയോ മുഴുവൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റിയും വരും. അല്ല അവർ കോപ്പിറൈറ്റ് എടുത്തിട്ടുള്ളതാണെങ്കിൽ അതും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു മാസത്തിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് അവർ കോപ്പിറൈറ്റ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊന്നും മെറ്റായി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മെറ്റായിൽ നമുക്ക് കാണിക്കും. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. മെറ്റായിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മളെപ്പോഴും മെറ്റ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം.
മെറ്റയിലെ പേജ് റെക്കമെൻഡേഷൻ, ആ 2 കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. മോണിറ്റൈസേഷൻ്റെ ടൂളും പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അതിനകത്താണ് നമ്മുടെ പേജിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരെ നമ്മുടെ പേജ് റെക്കമെൻഡബിൾ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകിൽ നമ്മുടെ വീഡിയോയുടെ തന്നെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ വീഡിയോയുടെ ഒരു പോർഷൻ നമുക്ക് തംബ്നെയിലായിട്ട് വെക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ, വേറെ നമുക്ക് ഔട്ട് സൈഡിലുള്ള ഒരു ഫോട്ടോയോ നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് ഇടാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും, ടാഗ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോ മെറ്റ വഴി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഇത് മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെൻഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് #ടാഗ് ഇട്ടിട്ട് മെൻഷൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടാഗിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ആ ടാഗിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ ഇട്ടേക്കുന്ന ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കീവേഡ്സ് അങ്ങനെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മാക്സിമം മെറ്റ വഴി തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മെറ്റ വഴി വീഡിയോ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ അങ്ങനെ തന്നെ, നിങ്ങളുടെ വീഡിയോയ്ക്കൊന്നും ഒരു പ്രോബ്ലവും ഇല്ല, കോപ്പിറൈറ്റ് വരാൻ 100% സാധ്യത ഇല്ല എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോർമലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ മെൻഷൻ, ടാഗ് ഇതൊക്കെ നമുക്ക് മെറ്റ വഴി മാത്രമാണ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മെറ്റ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കൂടെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഒരുപോലെ അത് കണക്ട് ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേജിൻ്റെയും ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമല്ലോ ഈ പേജിന് എത്രയൊക്കെ വ്യൂ ഉണ്ട്, എങ്ങനെയാണ് നമ്മുടെ റീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ ഒരേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റാണ് പിന്നുള്ളത്. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരേ സമയം നമ്മൾ വീണ്ടും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അവർ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പോകും. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മൾ ഇതിനകത്ത് മെറ്റ വഴി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റയും കൂടെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് പോകത്തില്ല, അവിടെ ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും പോകുന്നത്, റീലായിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ഇവിടെ ലോങ് വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഒരേ സമയം നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് കാണത്തില്ല. അതേസമയം നമ്മൾ കോപ്പിറൈറ്റ് ഉള്ള ഒരു കണ്ടന്റ് ആണ്, എനിക്കത് ഇട്ടാലേ പറ്റത്തുള്ളൂ, എനിക്ക് ഈ കണ്ടന്റ് ഇടണം, പക്ഷേ കോപ്പിറൈറ്റ് ആണ്, എനിക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. ഞാനതും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഉള്ള ഒരു വീഡിയോ ഇടാം, പക്ഷെ അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂവും നിങ്ങളുടെ പേജിന് വരത്തില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ വഴി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതേസമയം മെറ്റ ബിസിനസ് സ്യൂട്ട് വഴിയാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ഓഫ്, സ്റ്റാർ ഓൺ ഓഫ്, ബോണസ് ഓൺ ഓഫ്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിം കണ്ടന്റ് തന്നെ വേറൊരു പേജിലേക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് ക്രോസ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തന്നെ അഡ്മിനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളെ വേറൊരു പേജിന് വേണ്ടിയിട്ട്, ഗ്രൂപ്പ് എന്നല്ല സോറി പേജ്, നമ്മളെ വേറൊരു പേജിലേക്ക്, നമ്മുടെ പേജ് അല്ല എങ്കിലും വേറൊരാൾ നമ്മളെ അവരുടെ പേജിലേക്ക് അഡ്മിൻ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ഒരു കണ്ടന്റ് അതിനകത്തും ഒരുപോലെ വരണം, ക്രോസ് പോസ്റ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, ക്രോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെറ്റ വഴി നമ്മൾ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ, മെറ്റ വഴി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ, നമുക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട, ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വരുന്ന ഒരാൾക്ക് മെറ്റ വഴി എന്നൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. പിന്നെ AB ടെസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് തംബ്നെയിൽ പലതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 or 4 ഒക്കെ തംബ്നെയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഏറ്റവും വ്യൂ തരുന്ന തംബ്നെയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഫേസ്ബുക്ക് തന്നെ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരും. അങ്ങനെയൊക്കെ AB ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക്
മെറ്റ വഴി ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അത് ഇടാറില്ല. എനിക്ക് ഏറ്റവും നല്ല തമ്നെയിൽ ഏതാണെന്ന് എനിക്ക് തോന്നി ഞാൻ തമ്നെയിൽ സെറ്റ് ചെയ്തിട്ട് ഇടാറാണ് ചെയ്യുന്നത്. 1 മണിക്കൂറിനകത്ത് ആ എബി ടെസ്റ്റ് കഴിയും. അതിനുശേഷം ഫേസ്ബുക്ക് ഏതെങ്കിലും ഒരു തമ്നെയിൽ സെലക്ട് ചെയ്യും. അത് നമ്മൾക്ക് ഫൈനലൈസ് ചെയ്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ 4 തമ്നെയിൽ കാണത്തില്ല, ഏതെങ്കിലും ഒരു തമ്നെയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബെനിഫിറ്റുകൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴിയുള്ള ബെനിഫിറ്റുകൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടോളൂ കേട്ടോ. ഞാൻ നാട്ടിൽ പോകണേ ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ വീഡിയോ ഒന്നും കാണത്തില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻ്റായിട്ട് ഇട്ടോളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കാൻ, ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സിറക് സൈനിങ് ഓഫ്. ബൈ.